പക്ഷേ അങ്ങനെ ഞാനിപ്പോൾ ലുലുലമണിലാണ് ഉള്ളത്. നമ്മുടെ ലിൻഡാപ്പിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് ലുലുലമണിൽ വന്ന ഒരു ബാഗ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു ബാഗ് ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഷോൾഡർ ബാഗില്ലേ, അതാണ് വാങ്ങിയേക്കണേ. അപ്പോൾ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡാട്ടോ ലുലുലമൺ. അങ്ങനെ സർപ്രൈസായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇനി 1-2 സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഫ്രൈഡേ ആണ് ബർത്ത്ഡേ, 21-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് കളറാക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇന്ന് ജൂലൈ 21 നമ്മുടെ ലിൻഡമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് ഓൾറെഡി മേടിച്ചു, അത് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ആദ്യം വലിയ ഗിഫ്റ്റൊന്നുമില്ല, സാമ്പത്തിക മാധ്യമം കമ്പനീനെ പിടിച്ച് ഒലച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ഇതിലാണ്. എന്നാലും നമ്മൾ കളറാക്കുന്നുണ്ട്. നമ്മുടെ സാഞ്ചിൽ നിന്ന് അക്ഷയം വരുന്നുണ്ട്, സാഞ്ചലിൻ്റെ ബർത്ത്ഡേ ഇന്നാണ്. അപ്പോൾ അവർ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ടോയ്സ് ആർ എസിൻ്റെ മുമ്പിലാണ്. എന്നോടുണ്ടല്ലോ പണ്ട് മുതലേ പറയും എനിക്കൊരു ടെഡി ബിയർ മേടിച്ചേനെ. അപ്പോൾ ഞാനെന്താ വിചാരിച്ചല്ല, നമ്മൾ ഈ ടെഡി ബിയർ അതൊക്കെ ഒരു പൈങ്കിളി ആ ഒരു ഇതിൽ കണ്ടു. പക്ഷേ എന്നോട് എത്രയോ വർഷം മുമ്പ് പറഞ്ഞ ആൾ എനിക്കൊരു ടെഡി ബിയർ വേണം. ഞാനത് ഒരു വിലയും കൽപ്പിച്ചില്ല. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് മേടിച്ചു തന്നില്ല എന്ന് ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഈ പ്രാവശ്യം ഒരു എന്താ പറയുക ഗിഫ്റ്റ് നമ്മൾ ടെഡി ബിയർ കടയിലുള്ള ഏറ്റവും വലിയ ടോയ്സ് ആർ എസിലെ ഏറ്റവും വലിയ ടെഡി ബിയർ നോക്കി ഞാൻ എടുത്തിട്ടുണ്ട്. സർപ്രൈസാട്ടോ, ഈ പ്രാവശ്യം ഫുൾ സർപ്രൈസാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് എന്താ ബിരിയാണീൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ സാഞ്ചലും അക്ഷയൊക്കെ എത്തുന്നതിന് മുമ്പ് ഇവിടെ നാളത്തേക്കുള്ള തോരൻ്റെ പരിപാടികളായി. ബിരിയാണീൻ്റെ എല്ലാം എന്താ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബിരിയാണി ചെമ്പുകൾ, ഇപ്പോൾ ബിരിയാണീൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കിയിട്ട് വേണം. അങ്ങനെ എന്നെ പണിക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവരെന്താ പരിപാടി? ഞങ്ങൾ തലശ്ശേരി ബിരിയാണി സെറ്റ് ചെയ്തു. നോക്കട്ടെ, ബിരിയാണിയുടെ മസാല അടിപൊളി നെയ്ച്ചോറ്. അത് നോക്ക്, നല്ല കൈമ റൈസിൽ പൂ പോലെ ഒന്നൊന്നി തൊടാതെ. ഞാൻ ചിക്കൻ ബിരിയാണി നിന്ന് എന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കുമല്ലോ. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച വേറെ 2 പേർ. സേ ഹായ്. എപ്പ തുടങ്ങിയതാ? ആണോ? വെച്ച് എപ്പഴാ വന്നേ? 3:30. ഓക്കെ, അതാ നമുക്ക് നമ്മുടെ ഗസ്റ്റ് ഒക്കെ. ഓക്കെ, കാണിക്കണം. ഓക്കെ, പൊട്ടിക്കുന്ന കാണിക്കാം. നമ്മളെവിടെയല്ലേ ഇപ്പൊ ഉള്ളത്? നമ്മളിപ്പോ ഉള്ളത് ഒണ്ടാരിയ നോർത്തിനാലിലാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആരാ വന്നേ? ഞങ്ങളുടെ മോനൂസും മോളൂസും എന്താ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ മോനൂസിനെ ഇറങ്ങുവാണ്. നമ്മൾ കറക്റ്റ് ടൈമിങ്. മോനൂസ് എവിടെ? അതാ മോളൂസ് വരുന്ന ബാക്കുണ്ട്. പെട്ടിയൊക്കെ ആയിട്ടാണല്ലോ വന്നത്. നിങ്ങളപ്പോ ഞായറാഴ്ച തിരിച്ചു പോകുന്നില്ല? ഞാൻ ഇത് പെട്ടിയൊക്കെ ആയിട്ടാ ഞായറാഴ്ച. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഞായറാഴ്ച തിരിച്ചു പോകുന്നില്ല? നല്ല ടീമാണാട്ടോ. ഇല്ലല്ല, അയ്യോ നമ്മളെങ്ങോട്ടാ പോണേന്ന്? മോനൂസ് വെള്ളത്തിൽ ചാടാൻ വേണ്ടി റെഡി ആയിട്ടിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ പിന്നെ എന്തോ പറയാനാ എങ്ങനെ കോക്കിരി കാണിക്കണേ? സൗണ്ട് അതിന്റെ വല്ല അടിക്കണ്ടല്ലോ. അത് ശരിയാ. വേറെ മോളൂസ് അവിടെ ഇരിക്കുന്നു. അത് ഞാൻ ആദ്യം കാണിച്ചു. നമുക്ക് വല്ല പ്രശ്നമില്ല. ഞങ്ങളിപ്പോ ഇന്നൊരു അടിപൊളി ഒരു പ്രൊവിൻഷ്യൽ പാർക്കിലോട്ട് പോവാണ്. എവിടെയാണ് പ്രൊവിൻഷ്യൽ പാർക്ക്? ഇവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ പോണം നോർത്തിലായിട്ട്. ടുവേർഡ്സ് ടിമ്മിൻസ് റോഡാണ്. അത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ.
പോവുകയാണ്. യെസ്, ഞങ്ങൾ റെഡി ആയത്. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ കയറ്റി. കൂളർ, ബാഗുകൾ എല്ലാം ഇവിടെ വെച്ചു. എല്ലാവരും ഹാൻഡ് ബാഗ് വെക്കും. അല്ലെങ്കിൽ ഈ ബാഗിൻ്റെ മേലേക്ക് മണ്ടയിലേക്ക് വെച്ചോ, കാരണം അവർക്ക് മറ്റൊരു സാധനം കൂടെ ഉണ്ട്. ചായ ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട്. നാട്ടിലെ ഉത്സവമൊന്നും ഒന്നും അല്ലെന്ന് തോന്നുന്നു. ഒമാതിരി ആൾക്കാർ. നമ്മുടെ കോർണർ അല്ലായിരുന്നത്. ആ ചായ നമ്മുടെ കല്ലൊക്കെ എന്ത് കൊല്ലങ്ങളായിട്ട് ആ കല്ല് ഇവിടെ നിന്ന് ആരും അനക്കാത്തായിരുന്നു. കല്ലിട്ട പോലെ ഞങ്ങളൊരു കല്ലിട്ട് വെച്ചതായിരുന്നു. അതൊക്കെ എടുത്തോണ്ട് പോയെന്ന്. നമുക്ക് സെറ്റാക്കാം. ഒന്നാമത് ആൾക്കാര്, ആരുമില്ലാത്ത ബീച്ചിൽ നിറച്ച ആൾക്കാര്. എന്റെ പൊന്നെ എന്ത് മനുഷ്യന്മാരാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ബീച്ച് ഇങ്ങനെ കാണുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. എന്താ സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ സ്ഥലം നോക്കി നടക്കുകയാണ്. ഞങ്ങൾക്ക് സ്ഥലമൊന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങളൊരു കോർണർ കണ്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് തന്നെ പോണ്ടി വരും മിക്കവാറും. ഒന്നുമില്ല, നമുക്ക് ഈ അമ്മാമ്മേനെയും കൊച്ചുമോനെയും ഇവിടെ നിന്ന് പുറത്താക്കണം. ഈ ഇന്ത്യൻസിന്റെ സ്വഭാവം ഇല്ല. ഈ വെള്ളത്തിന് തണുപ്പുണ്ടോ അറിയാൻ നോക്കിയോ? ഇരിക്കുന്നത് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ ഒരു സ്ഥലം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സെറ്റായെന്ന് തോന്നൂല്ലേ ചായ? ഏകദേശം സെറ്റായോ? ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഇവിടെ സെറ്റിലായി. ഇവിടെ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥിരം സ്പോട്ട് പോയാലും ഞങ്ങൾ ഇവിടെ ഉള്ള സ്പോട്ടിൽ ഞങ്ങൾ സെറ്റാക്കി. ഇവിടെ നമ്മളൊരു ടെൻ്റൊക്കെ അടിച്ച്, ടെൻ്റ് അടിച്ച് വേറെ ഒന്നുമല്ല, നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഗേൾസിനൊരു പ്രൈവസി ഉണ്ട്. അവരുടെ ഡ്രസ്സൊക്കെ മാറാൻ ഇവിടെ കബാബ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ കൂളറിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ബിരിയാണി ചൂടാക്കിയിട്ടൊക്കെ ഉണ്ട്. ബിരിയാണി ഞങ്ങൾ ചട്ടിയിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഇങ്ങോട്ട് എടുത്തു. അപ്പൊ നമ്മുടെ ഗ്രില്ലിൽ വെച്ച് ഞങ്ങൾ ചൂടായിക്കൊണ്ട് നമ്മുടെ ബിരിയാണി ചൂടാക്കാൻ പറ്റും, ചോറ് ചൂടാക്കാൻ പറ്റും. ബിരിയാണി നോക്കൂ ഗൈസ്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? പിന്നെ ഞാൻ ഇപ്പൊ പറയാം ടേസ്റ്റ് ഉണ്ടോന്ന്. ഇങ്ങനെ എടുത്തു ചൂടില്ല. എന്താ രുചി! ഞങ്ങൾക്ക് ഇവിടെ ഒരു ടേബിളൊക്കെ കിട്ടി. ഒരുവിധം ആൾക്കാരാ സ്വന്തമായിട്ടൊരു ടേബിളൊക്കെ കിട്ടി. തിരിച്ചു മുമ്പോട്ട് ഇട്ടിട്ട് വേണം. ഇവിടെ ആൾക്കാരൊക്കെ ഒരുവിധം പോയി തുടങ്ങിയില്ലേ. കുറേ ആൾക്കാർ ഇപ്പോൾ പോയി. ഇപ്പോൾ കുറച്ചൊക്കെ ഫ്രീ ആയി. സാധാരണ ഇത്ര പോലെ ആൾക്കാർ ഇവിടെ ഉണ്ടാവാറില്ല. ഇവിടെ ആൾക്കാർ 7 മണി എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിരിക്കും. ഇപ്പോഴത്തെ ക്രൗഡ് നല്ല മാറ്റമുണ്ട്. ഉണ്ടല്ലേ? പിന്നെ അങ്ങനെ തന്നെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെ അത് നല്ലതാ. അഭിപ്രായം എന്താ? അത് തന്നെയല്ലേ വന്നപ്പോഴുള്ള ആളാണ്. വളരെ മികച്ചൊരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തു. നമ്മുടെ ടെൻ്റൊക്കെ അഴിച്ചു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ എടുത്തു. ഇതാ നമ്മൾ ഗ്രില്ല് ചെയ്ത കല്ല്. അങ്ങനെ അതെ എല്ലാവരും വണ്ടി കയറി. ഞാൻ വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് കാണാം എല്ലാവരെ. ചായ പോവല്ലേ? നമ്മൾ പോവാണ്. നമ്മളെല്ലാവരും സെറ്റായി പൊളിയാക്കി. യെസ്, നമ്മൾ പോവാല്ലേ? ബൈ. ഈ സ്പോട്ടിനോട് ഞങ്ങൾ വിട പറയുകയാണ്. ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി ഫിഷിങ്ങിന് പോയി. ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഭാഗ്യമില്ലാതെ ഞങ്ങളെല്ലാരും ഭയങ്കര ടയർഡാണ്. സമയം ഏതാണ്ട് 11 മണിയായി. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങും. അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ പരിപാടിക്കും കൂടെ ഞങ്ങൾ പോകുന്നുണ്ട്. നോക്കട്ടെ എന്താവുന്നുള്ളത്. അപ്പൊ ഞങ്ങള് എന്താ പറയാ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ടൊറന്റോയിൽ നിന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന ഞങ്ങളുടെ സാജിലിനും അക്ഷയ്ക്കും
പ്രത്യേക നന്ദിയും കടപ്പാടും ഈ നിമിഷത്തിൽ അറിയിക്കുന്നു. അല്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ യെസ്, സ്റ്റേ ട്യൂൺ.